ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് ആയിരുന്നു. കുറേ ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് നമ്മൾ പറഞ്ഞു. ഇനിയും ഉണ്ട്, നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തതിനെക്കാട്ടും ഒരുപാട് പാക്കേജസ് ആക്ച്വലി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് നമുക്ക് എന്താ പറയുക, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ബേസിക്കലി ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചർ, നമ്മളൊരു പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിൻഡോയിൽ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണ് AVD എന്ന് പറയാം. AVD എന്നുള്ള ടേം ഞാൻ ആക്ച്വലി മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കമ്പോണൻസ് പറയുമ്പോൾ. AVD എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് ആണ്. അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാണല്ലോ കോഡൊക്കെ എഴുതുന്നത്. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ആദ്യത്തെ ലോഗിൻ പേജ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ലൈക്ക് അതിൽ യൂസർ നെയിം, അത് സ്റ്റോർ ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബോക്സ്, അടുത്ത ലാബിൽ പാസ്വേഡ്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറൊരു ടെക്സ്റ്റ് ബോക്സ്, തൊട്ട് താഴെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ, ഒരു ഡിസൈനിങ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അത് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് എനിക്കിത് റൺ ചെയ്ത് കാണണം എന്ന് വിചാരിക്കുക കമ്പ്യൂട്ടറിൽ. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത റിസൾട്ട് കിട്ടും അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ആപ്ലിക്കേഷൻ ആണ്, അത് മൊബൈൽ വ്യൂ ആണ്, അത് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം നമ്മുടെ മൊബൈലിൻ്റെ ഒരു സൈസ്, ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് റൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഫോൺ അങ്ങോട്ട് കണക്ട് ചെയ്യും, ദെൻ IP കോൺഫിഗർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലാണ് ഈ കമ്പ്യൂട്ടറിലുള്ള ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഈസിയസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻവെൻറ്റേഴ്സ് തന്നെ കണ്ടുപിടിച്ചതാണ് ആക്ച്വലി ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ്. ഈ ഒരു AVD നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺഫിഗർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ റൺ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും ആ ഒരു വിർച്വൽ ഡിവൈസിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിർച്വൽ മൊബൈൽ ഫോൺ അവിടെ ഡിസ്പ്ലേ ആവുകയും അതിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് റിസൾട്ട്, നമുക്ക് എന്താണോ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുകയും ചെയ്യാം. AVD ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാബ് ചെയ്യുമ്പോൾ കറക്റ്റ് AVD നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മൊബൈലിൽ കാണുന്ന രീതിയിൽ അതേ ഡയമെൻഷനിൽ ഒരു വിർച്വൽ ഡിവൈസ് വന്നിട്ടാണ് സ്ക്രീനിൽ നിൽക്കുക. അതിലാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുക. അതാണ് ആക്ച്വലി AVD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് ഞാൻ പറഞ്ഞ സെക്കൻഡ് വേ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ റിയൽ ഡിവൈസിൽ തന്നെ, നമ്മുടെ ഓൺ ഡിവൈസിൽ തന്നെ, ഒരു വിർച്വൽ ഡിവൈസിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ ഓൺ ഫോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിനെയും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റവും തമ്മിൽ ആദ്യം കണക്ട് ചെയ്തിട്ട് IP നിങ്ങൾ ടെർമിനലിൽ പോയിട്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ IP കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റവും നമ്മുടെ ഫോണും തമ്മിൽ എന്താ പറയുക ലിങ്ക് ആവുകയും നമ്മൾ ഈ ചെയ്യുന്ന ഔട്ട്പുട്ടിൽ നമ്മൾ എവിടെ AVD നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മുടെ മൊബൈലിൻ്റെ നമ്പർ, ഇപ്പോൾ എൻ്റെ ഫോൺ സാംസങ് A20 ആണെങ്കിൽ അത് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ആ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഡിവൈസിലായിരിക്കും പിന്നെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ IP കോൺഫിഗർ ചെയ്തിട്ട് ഡയറക്റ്റ് റിയൽ ഡിവൈസിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ആൻഡ്രോയിഡിൻ്റെ ലാബ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡും ചൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി AVD എല്ലാത്തിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ കാണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫോൺ തന്നെ അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് കോൺഫിഗർ ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ ഡിവൈസിനെ കണ്ടുപിടിച്ചിട്ട് അതിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതാണ് റണ്ണിങ് ഓൺ റിയൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. 3 പീസസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്റ്റർ ഉണ്ടായിരിക്കും. അത് രണ്ടാമത്തത് ഒരുപാട് വേരിയസ് റിസോഴ്സസ്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറീസ്, ഫോൾഡേഴ്സ്, അതിൻ്റെ ഒക്കെ ഒരു ഹൈറാർക്കിക്കൽ വ്യൂ ഉണ്ടായിരിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ്, നമ്മൾ എഴുതുന്ന സോഴ്സ് കോഡ്. ആദ്യം അടുത്ത ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കാണിക്കൂല ഇത് ഇന്നതാണ്, ഇന്ന പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമുക്കൊരു ID തരാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻസ് ഇങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയറിന് കാണിച്ചു തരും. അതാണ് ആൻഡ് ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്ന സെക്ഷൻ. രണ്ടാമത്തത് കളക്ഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ്, നമ്മൾ ഒരുപാട് ലൈബ്രറീസ് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഫോൾഡർ വ്യൂ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു സൊല്യൂഷൻ വിൻഡോയിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അതാണ് ആക്ച്വലി കളക്ഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത് നമ്മൾ ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ്, നമ്മൾ എഴുതുന്ന കോഡ് വിൻഡോയിൽ നമ്മൾ എഴുതുന്ന കോഡ്, അതാണ് ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ്. ഇങ്ങനെ 3 മെയിൻ എന്താ പറയുക ഏരിയാസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ പറയാം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് നമ്മളത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഐക്കൺ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഈ വിൻഡോ വന്ന് ഇങ്ങനെ ലോഡ് ആകുമ്പോൾ ശരിക്കും ഒരു സിംഗിൾ വിൻഡോ അല്ല, കുറേ സബ് വിൻഡോസ്, ഇങ്ങനെ സൊല്യൂഷൻ എക്സ്പ്ലോറർ, അതേപോലെ തന്നെ കോഡ് വിൻഡോ, ലേഔട്ട് വിൻഡോ, അങ്ങനെ കുറേ വിൻഡോസ് ആക്ച്വലി ഇതിനുള്ളിൽ വന്നിട്ട് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ട്രക്ചർ പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ.
അതിൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML എന്ന് പറയുന്ന ഫയൽ ഉണ്ടായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഫയലിലുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫയൽ, സബ് ഫയൽസ്, അതേപോലെ തന്നെ ഇന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇവന്റ്സ്, ഇന്റന്റ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഫയലിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കും. അത് റിക്വയർഡ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലാണ് കേട്ടോ. രണ്ടാമത്തത് SRC ആണ്. നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതിന്റെ പാത്ത് ഇല്ലേ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ പാത്ത് ഉണ്ടല്ലോ, ആ പാത്ത് ആയിരിക്കും ആ SRCയിൽ ഉണ്ടായിരിക്കുക. അടുത്തത് അസെറ്റ്സ് ആണ്. അസെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഫയലിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ലൈബ്രറി, ഫോൾഡേഴ്സ്, സബ് ഫോൾഡേഴ്സ്, അതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ കാണിച്ചു തരും. അതാണ് അസെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. അടുത്തത് RES ആണ്, റിസോഴ്സസ് ആണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പാരന്റ് വ്യൂ ഫോൾഡ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഞാനിപ്പോൾ എന്താ പറയുക, വേറൊരു ലൈക്ക് ഇപ്പം എന്താ പറയുക, ഞാൻ വേറൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ലോഗിൻ ഒന്നിലാണ്, അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഹോം ഒന്നിലാണ്, സർവീസസ് ഒന്നിലാണ്, എബൌട്ടസ് ഒന്നിലാണ്, അങ്ങനെ കുറേ ഫോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് ആക്ച്വലി റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഫോൾഡർ വ്യൂവിൽ കാണിക്കുന്നത് എന്താണ്, ഫസ്റ്റത്തെ ഡിസൈൻ ലോഗിൻ മാത്രമാണ്. രണ്ടാമത്തെ ഹോം എന്ന് കാണിക്കുമ്പോൾ നെക്സ്റ്റ് ആണ്. അടുത്തത് നെക്സ്റ്റ് എബൌട്ടസ് എന്ന് കാണിക്കുമ്പോൾ അടുത്തതാണ്. നെക്സ്റ്റ് ഞാനിപ്പോൾ കോഴ്സസ് ആണ് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പോർഷനെങ്കിൽ കോഴ്സസ് ആണ്. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ലേഔട്ട്സും ഉണ്ടല്ലോ, ഓരോ ലേഔട്ട്സ് എന്ന് പറയേണ്ട ഓരോ സെക്ഷൻസ്, ആ ഡീറ്റെയിൽസ് ആണ് ഈ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ RS എന്ന് പറയുന്ന പോർഷനിലുള്ളത്. അതും മാൻഡേറ്ററി ആയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഡ്രോവബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വരെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ഫയൽസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ആനിമേറ്റർ ഈസ് ഓൾസോ സെയിം ആസ് ഡ്രോവബിൾ. നമ്മൾ ആനിമേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ലേഔട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ലേഔട്ട് ഉണ്ട്, ഗ്രിഡ് ലേഔട്ട്, ബോർഡർ ലേഔട്ട്. നിങ്ങൾ ഞാൻ ജാവയിൽ നിങ്ങൾക്ക് എടുത്തത് ഓർമ്മയില്ലേ, ഗ്രിഡ് ലേഔട്ട്, ഫ്ലോ ലേഔട്ട്, ബോർഡർ ലേഔട്ട്, അങ്ങനെ കുറേ ലേഔട്ട്സുകൾ ഉണ്ട്. നമ്മൾ ഡിസൈനിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ലേഔട്ടുകൾ ഉണ്ട്. ആ ലേഔട്ട് ഡീറ്റെയിൽസ് ആയിരിക്കും ലേഔട്ടിൽ ഉണ്ടായിരിക്കുക. അടുത്തത് മെനൂസും നമ്മൾ ഒരുപാട് പല സെക്ഷനായിട്ട് നമുക്ക് പല സെക്ഷനിൽ നമുക്ക് മെനു അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ കാണുന്ന മെയിൻ മെനു, സബ് മെനു ആയിട്ടല്ലാതെ പല ഡിഫറെന്റ് മോഡൽസ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പല ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഡീറ്റെയിൽസ് ആണ് മെനുവിൽ ഉണ്ടായിരിക്കുക. അടുത്തത് വാല്യൂസ് ആണ്. വാല്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഫോൾഡർ ഡീറ്റെയിൽസ് അല്ലാതെ സ്ട്രിങ്സ്, അറേസ്, CSS സ്റ്റൈൽസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാല്യൂസിലായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് XML ആണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആൻഡ്രോയിഡിലെ ഡിസൈനിങ് ഫുൾ ചെയ്യുന്നത് XML കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് XML ഉണ്ടായിരിക്കുക. റോ എന്ന് പറയുമ്പോൾ ഈ XML അല്ലാതെ വേറെ എന്തെങ്കിലും ടൂൾ നമ്മൾ ഡിസൈനിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആയിരിക്കും റോ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ആൻഡ്രോയിഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വരും. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് മാൻഡേറ്ററി അല്ല. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കിടക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ആൻഡ്രോയിഡ് എന്താ പറയുക മാനിഫെസ്റ്റ് XML ഫയലും അതേപോലെ തന്നെ അസെറ്റ്സും റിസോഴ്സും, ഇതാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. ബാക്കിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. ബാക്കിയൊക്കെ നമ്മളുടെ ആവശ്യാർത്ഥം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. ഇതോടുകൂടെ നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ്രോയിഡ് പറഞ്ഞു, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ എവല്യൂഷൻ പറഞ്ഞു, ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ അതായത് ആൻഡ്രോയിഡ് സ്റ്റാക്ക് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ പറഞ്ഞു, ആൻഡ്രോയിഡിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതേപോലെ ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് പറഞ്ഞു. ഇന്ന് നമ്മൾ ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആൻഡ്രോയിഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ. ഈ ഒരു വീഡിയോ ഞാൻ സ്കൂളോജിൽ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ PDF കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുകൂടെ നോക്കിയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.